അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ജിന്നുകൾ എന്ത് ചെയ്യണം, ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിലും അവർക്ക് ഖുർആൻ പഠിക്കണമെങ്കിലും റസൂൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ പലപ്പോഴും മക്കയിലായിരിക്കുന്ന സമയത്ത് ജിന്നുകളുമായി റസൂലുള്ളാഹിന്റെ എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. പലപ്പോഴും അവർ ഇസ്ലാം സ്വീകരിക്കാൻ വരികയും അവർക്ക് ഖുർആൻ ഓതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത് ഈ ഒരു പള്ളി നിൽക്കുന്ന ഭാഗത്താണ് എന്ന് പറയാറുണ്ട്. അതേപോലെ ഒരു വിവാഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് ജിന്നുകളുടെ ഒരു ജിന്നുകൾ തമ്മിൽ തെറ്റുകയും അവരെ സുൽഹാക്കാൻ വേണ്ടി അത് നന്നാക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ റസൂൽ അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ആ പോകുന്ന വഴിയിൽ ഈ ഒരു പള്ളിന്റെ സ്ഥലത്തെത്തിയപ്പോൾ ഒരു കാലുകൊണ്ട് ഒരു കാര്യങ്ങൾ വലിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്തു, റസൂലുള്ളാഹി നമ്മുടെ ബസ്സല്ല ഈ ഭാഗത്തേക്ക് ഹുജൂന്റെ മഖ്ബറത്തുൽ മാലിന്റെ ഈ ഭാഗത്തേക്ക് നടന്നു പോവുകയും പിന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഇരുട്ട് ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുന്നു താവുന്നു അങ്ങനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ശാന്തമായി റസൂലുള്ളാഹി തിരിച്ചു വന്നു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂൽ എന്താ അവിടെ നടന്നത്, ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഇരുട്ടിങ്ങനെ ആകാശത്തേക്ക് ഉയരുന്നു താവുന്നു എന്തായിരുന്നു? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾ അവര് രണ്ടു കൂട്ടർ പരസ്പരം തെറ്റുകയും അവർ തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു, അവർ തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞ് സോൾവ് ചെയ്തു. വന്നങ്ങനെ ജിന്നുകളുടെ അടുത്തേക്ക് പോയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തിയിരുന്നത് ഈ പള്ളിയുടെ അടുത്താണ് എന്നൊരു ഹദീസ് കാണാം. അപ്പൊ ഈ വലത് ഭാഗത്ത് കാണാൻ മസ്ജിദുൽ ജിന്ന് എല്ലാവരും കണ്ടില്ലേ? വലത് ഭാഗത്ത് നമ്മളെ വലത് ഭാഗത്തുള്ള ഈ ഒരു പള്ളിയാണ് മസ്ജിദുൽ ജിന്ന്. പിന്നെ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മുഅ്ജിസത്ത് ഉണ്ട്. റസൂലുള്ളാഹി വിളിച്ചപ്പോൾ ഒരു മരം എന്ത് ചെയ്തു, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങനെ അതിന്റെ വേരുകളും ചില്ലകളോടും കൂടി ഭൂമി പിളർത്തിക്കൊണ്ട് നടന്നു വന്നൊരു സംഭവമുണ്ട്. അന്ന് ആ ഒരു മുഅ്ജിസത്ത് നടന്ന പള്ളിയാണ് ഇനി വരുന്ന പള്ളി, വലത് ഭാഗത്തുള്ള മസ്ജിദുൽ ഷജറ എന്ന് പറയുന്ന പള്ളി. അതായത് ഒരിക്കൽ റസൂലുള്ളാഹി മക്കയിൽ ഇങ്ങനെ പ്രബോധനം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അന്ന് ഭയങ്കര ആക്രമണങ്ങളും തെറിവിളിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരിക്കൽ റസൂലുള്ളാഹിക്ക് ഭയങ്കര അടിയൊക്കെ കിട്ടി, ഭയങ്കര പ്രയാസപ്പെട്ട് തലയുന്നൊക്കെ രക്തമൊക്കെ ഒലിച്ചുകൊണ്ട് ഇങ്ങനെ ആ മസ്ജിദുൽ ജിന്നിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലും ഒരു അള്ളാഹുവിൽ നിന്നൊരു അടയാളം കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു മനസ്സിന് സമാധാനം. കാരണം ഞാൻ ഓരോരുത്തരടുത്ത് പോയിട്ട് അള്ളാഹു ഏകനാണ്, ഞാൻ അള്ളാഹുന്റെ റസൂലാന്ന് പറയുമ്പോൾ പിരാന്തനാണ്, കള്ളനാണ്, കളവ് പറയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുക, ആക്രമിക്കുക. അപ്പൊ എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ അള്ളാഹുന്റെ റസൂൽ തന്നെയാണ് എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇന്നിപ്പോ ഈ വലത് ഭാഗത്തുള്ള ഈ ഒരു പള്ളി മസ്ജിദുൽ ഷജറ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിനോട് നിങ്ങൾ എന്ത് ചെയ്തു ആ മരത്തിനോട് വിളിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി വിളിച്ചപ്പോൾ ആ മരം ഭൂമി ഇങ്ങനെ പിളർത്തിക്കൊണ്ട് അതിന്റെ വേരുകളോടും ചില്ലകളോടും കൂടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് നടന്നു വരികയും റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ചില രൂപത്തിൽ സലാം പറഞ്ഞു എന്നും ചില രൂപത്തിൽ മുമ്പിൽ നിന്നു എന്നും പറയുന്നു. ഏതായാലും അങ്ങനെ നിന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം സമാധാനമായില്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണെന്നുള്ളൊരു ആശ്വാസം കിട്ടിയില്ലേ, കാര്യങ്ങൾ വിളിച്ചപ്പോൾ ഒരു മരം നടന്നു വന്നു, അതൊരു മുഅ്ജിസത്താണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് എനിക്ക് റാഹത്തായി അല്ലെങ്കിൽ തൃപ്തിയായി ഒരു സമാധാനമായി എന്ന് പറയുകയും അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞാൽ തിരിച്ച് ആ മരം എവിടെന്നാ വന്ന് അവിടേക്ക് തിരിച്ചു പോകാൻ പറയൂ എന്ന് പറയുകയും അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ മരം തിരിച്ചു നടന്നു വന്ന് നിന്ന സ്ഥലത്താണ് ഇപ്പൊ ഈ പള്ളിയിൽ. ഈ വലത് ഭാഗത്ത് കാണുന്ന പള്ളിയാണ് ഇത് മസ്ജിദുൽ ഷജറ എന്ന് പറയുന്ന പള്ളി. എല്ലാരും കണ്ടാ? ലാസ്റ്റ് ബിൽഡിംഗ് മസ്ജിദിന്റെ കഴിഞ്ഞ് വലത് ഭാഗത്ത് ഒരു പള്ളി കാണുന്നില്ല, ഒരു മിനാരം, ഈ ചെറിയ പള്ളി. ഇവിടെ ആയിരുന്നു ആ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം പിന്നീട് ഉണങ്ങി പോവുകയും നഷ്ടമായപ്പോ അതിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയത് ഈ വലത് ഭാഗത്തുള്ള പള്ളിട്ടാ. ആരും അങ്ങനെ തിരിഞ്ഞിരിക്കണ ചില ബാക്കിക്ക് ഇവിടെണ്ടെങ്കിൽ ഇടത് ഭാഗം, നമ്മുടെ ഇരിക്കണ പൊസിഷനിൽ മാത്രം വലത് ഭാഗം.